ഇന്ന് അഭിനന്ദനാർഹമായ പ്രവർത്തനം കാഴ്ചവെച്ച സ്കൂബ ടീം അംഗങ്ങളെ നേരിട്ട് അനുമോദിക്കാൻ ഫയർഫോഴ്സ് മേധാവി തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ശ്രീ പത്മകുമാർ, എങ്ങനെയാണ് ഇവരുടെ ഇന്നത്തെ ഈ ബ്രില്യൻറ്റ് വർക്കിനെ കാണുന്നത്? നിങ്ങളെല്ലാവരും കണ്ടതാണല്ലോ രാവിലെ തൊട്ട്. ആക്ച്വലി അവരുടെ സ്വന്തം ജീവൻ അവഗണിച്ചുകൊണ്ട് ഈ വെള്ളത്തിൽ, ഇത്രയും വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള വെള്ളത്തിൽ, ഇത്രയും അപകടകരമായ സിറ്റുവേഷനിൽ ഈ രാവിലെ തൊട്ട് അവർ തിരച്ചിൽ വന്നിരിക്കുകയാണ്. ഇപ്പോൾ ട്രിവാൻഡ്രം സ്കൂബ ടീമിൽ മെമ്പേഴ്സാണ്. ഇതെല്ലാം ഫയർഫോഴ്സ് ജീവനക്കാരാണ്. ഇതുകൂടാതെ ഇപ്പോൾ കൊല്ലത്തുനിന്നും കോട്ടയത്തും ഒക്കെ എത്തിയിട്ടുണ്ട്. ഇന്നിപ്പോൾ രാത്രി ഞങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ കഴിയില്ല, ലൈറ്റില്ല, ഇവർക്ക് ഡേഞ്ചറാണ്. രാത്രി സെർച്ച് ചെയ്തുകൊണ്ടൊന്നും കിട്ടാനും പോകുന്നില്ല. നേവി വരുന്നു എന്ന് പറഞ്ഞു. അവർ വന്നിട്ട് അവരുടേതായിട്ട് സിസ്റ്റംസ് വേറെ ഉണ്ടാവും. ഞങ്ങൾ രാവിലെ വീണ്ടും ആരംഭിക്കും ഇപ്പോഴത്തെ എഫേർട്സ്. ഇപ്പോൾ ഈ വെള്ളം പമ്പ് ചെയ്തിട്ട് എന്തെങ്കിലും എഫക്റ്റ് ഉണ്ടാകുമോ നോക്കട്ടെ. ഈ മാലിന്യങ്ങൾ അവിടെ നിന്ന് തള്ളി മാറ്റാതെ ഈ ബോഡി ലൊക്കേറ്റ് ചെയ്യാനുള്ള വളരെ ദുഷ്കരമായ പ്രവൃത്തി. ഇവരൊക്കെ നേരിട്ട് ഫുൾ നോക്കിയ ആൾക്കാരാണ്, അവർ പറഞ്ഞതാണ്. സാർ, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഉൾപ്പെടെ ഇതിൻ്റെ കരയിലൂടെ പോകുമ്പോൾ നമുക്ക് മൂക്ക് പൊത്താതെ നടക്കാൻ പറ്റില്ല. അതിലേക്കാണ് ഒരു മനുഷ്യജീവന് വേണ്ടിയിട്ട് ഇവർ ഇറങ്ങുന്നത്. അത് തന്നെയാണ് ഞാൻ പറയുന്നത്. നമ്മളാരും, ഞാനോ നിങ്ങളോ മറ്റിവിടെ കൂടിയ പലരും ചെയ്യാൻ മടിക്കുന്നൊരു കാര്യമാണ് ഇവർ ധൈര്യമായിട്ട് ചെയ്യുന്നത്. അത് യാതൊരു മടിയും കൂടാതെ അവർക്ക് അവരുടെ സേഫ്റ്റി ഇത് ഉപയോഗിച്ചുകൊണ്ട്, പിന്നെ വെള്ളത്തിനടിയിൽ അവർക്ക് ശ്വസിക്കാനുള്ള, പിന്നെ ഈ കൂടെയുള്ള ബഡ്ഡി ടീമിൻ്റെ കോൺഫിഡൻസ് അർപ്പിച്ചുകൊണ്ടാണ് അവരെ ഒരു കയറിനറ്റത്ത് തൂങ്ങി ഇത് ചെയ്യുന്നത്. അപ്പോൾ ഒരുപക്ഷെ സമീപകാലത്തെ ഫയർഫോഴ്സിന് ഇത്രയേറെ ഒരു സമൂഹത്തിന്റെ പിന്തുണ കിട്ടിയ മറ്റൊരു ഇഷ്യൂ സമീപകാലത്ത് ഉണ്ടാവും തോന്നില്ല. അത്രയേറെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് എപ്പോഴും ഞങ്ങളൊരു ചെറിയ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും ഈ കേരളത്തിൽ സാധാരണക്കാരുടെ മനുഷ്യജീവന് ഏറ്റവും കൂടുതൽ വില കൽപ്പിച്ച് ജോലി ചെയ്യുന്ന വിഭാഗമാണ്. അതിപ്പോൾ പ്രളയത്തിൻ്റെ സമയത്തായാലും കോവിഡിൻ്റെ സമയത്തായാലും എല്ലായ്പ്പോഴും അത് ഞങ്ങളുടെ ജോലിയിലൂടെ ആൾക്കാർ അറിയട്ടെ എന്നുള്ള നിലയിലാണ്. ഇതിപ്പോൾ നിങ്ങളെല്ലാം കണ്ടു എത്ര ദുഷ്കരമായിട്ടാണ് അത് പ്രവൃത്തി ചെയ്യുന്നതെന്ന്. ഇപ്പോൾ ഞങ്ങളുടെ സ്കൂബ അക്കാഡമി ഫോർട്ട് കൊച്ചിയിലുണ്ട്. അവിടെ സ്പെഷ്യലൈസ് ട്രെയിനിങ് കൊടുത്തിട്ടുള്ളവരാണ് ഇവരെല്ലാവരും. അപ്പോൾ പുതിയ ബാച്ചസ് ട്രെയിൻ ചെയ്ത് ഇതിൽ എക്സ്പേർട്സായി വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്നാൽ പോലും ഇവർ സാധാരണ ചെയ്യുന്ന രക്ഷാപ്രവർത്തനങ്ങൾ കുളങ്ങളിൽ അല്ലെങ്കിൽ തടാകങ്ങളിൽ അല്ലെങ്കിൽ പുഴയിൽ അല്ലെങ്കിൽ മാൻഹോളിൽ, ഇതിപ്പോൾ ഇതിനകത്തുള്ള മാപ്പ് നോക്കിയാൽ തന്നെ അറിയാം. ഈ ടണൽ എന്ന് പറഞ്ഞാൽ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും വളവും തിരിവുമുള്ള കൊച്ചു വളവും തിരിവുമുള്ള വർഷങ്ങൾ പഴക്കമുള്ള ടണലാണ്. അത് മുകളിൽ വളരെ സെൻസിറ്റീവുള്ള റെയിൽവേ ട്രാക്കാണ്. അപ്പോൾ അതിനിടയിൽ കൂടെ ഇത് എങ്ങോട്ട് വേണമെങ്കിൽ പോവാം. വെളിച്ചമില്ല, അവർ കയ്യിലുള്ള ചെറിയ വെളിച്ചം വിളിച്ചാണ് പോകുന്നത്. അത്ര ദുഷ്കരമായ പ്രവൃത്തിയാണ് അവർ ചെയ്തത്. അവരെ എത്ര അപ്രീഷിയേറ്റ് ചെയ്യാനും മതിയാവില്ല. അവർക്ക് ആ ഫലം കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് ശരിയാണ്. പക്ഷേ അതിനുള്ള മാക്സിമം ഇതിൽ കൂടുതൽ മനുഷ്യ സഹജമായിട്ടൊരു കാര്യം ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഡിപ്പാർട്ട്മെന്റ് എന്ന തലത്തിൽ ഇവരെ അഭിനന്ദിക്കുന്നതിനെ കുറിച്ചോ അങ്ങനെയൊക്കെ? തീർച്ചയായിട്ടും ഇപ്പം അതിനുള്ള ഘട്ടമല്ലല്ലോ. ഇപ്പം നമുക്ക് മുങ്ങിപ്പോയ ഒരു മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ രക്ഷിക്കുക, അല്ലെങ്കിൽ ഇദ്ദേഹത്തെ കണ്ടെത്തുക എന്നുള്ളൊരു ദുഷ്കരമായ ദൗത്യം. സാറിൻ്റെയോ നമ്മുടെയോ ഒന്നും എക്സ്പീരിയൻസിൽ ഇങ്ങനൊരു മനുഷ്യനൊരു മാലിന്യത്തിലേക്ക് താഴ്ന്നു പോയിട്ടില്ല. ഇത് അപൂർവം തന്നെ ഒരു സംഭവമല്ലേ അല്ലേ കേരളത്തിൽ? തീർച്ചയായിട്ടും ആണല്ലോ. നമ്മളാരും കേട്ട് കാണില്ല, ഇവിടെ കൂടി ആരും ഇങ്ങനെ ഒരു സംഭവം കേട്ട് കാണില്ല. അത് വളരെ അപൂർവമായ സംഭവമാണ്. പക്ഷേ ഞങ്ങളതിന് തയ്യാറായി, ഞങ്ങളുടെ ജീവനക്കാർ അതിന് ധൈര്യപൂർവ്വം മുന്നേറ്റം ഇറങ്ങി എന്നുള്ളത് വകുപ്പ് മേധാവി എന്ന നിലയിലും അംഗങ്ങളുടെ പേരിലും ഞാൻ വളരെ അഭിമാനം കൊള്ളുന്ന സമയമാണ്. അവരൊക്കെ ചെയ്തിട്ടുള്ള പ്രവൃത്തി വളരെ വലിയ പ്രവൃത്തിയാണ്. തീർച്ചയായിട്ടും അത് ഇനിയും തുടരും. ഞങ്ങൾക്ക് ആ ലക്ഷ്യം കണ്ടെത്തുന്നത് വരെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഞങ്ങളുടെ ചിന്ത. കേരളീയ സമൂഹത്തിന്റെ ആകെ അഭിനന്ദനം ഏറ്റുവാങ്ങിയ ഒരു പ്രവർത്തനമായിരുന്നു കേരള ഫയർഫോഴ്സ് ഇന്നലെയും ഇന്നുമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെ അഭിനന്ദിക്കുന്നതിന് വേണ്ടി നേരിട്ടെത്തിയിരിക്കുകയായിരുന്നു ഫയർഫോഴ്സ് മേധാവി തന്നെ.